വെൽക്കം ടു എലോഹിം ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രസിഡന്റ് ബൈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ. കൂട്ടുകാരെ, നിങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നില്ലേ? പ്രോഗ്രാം കാണാൻ തിടുക്കമായോ? നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും നമുക്ക് കണ്ണടച്ച് കൈകൂപ്പിക്ക്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കെവി മോനെ ക്ഷണിക്കാം. കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദർശനമായി വെച്ചുന്നത് യേശുവേ, ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നവരെ അത് പ്രാർത്ഥിക്കുന്നു, ഇവിടെ വന്നവരെ അത് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നവരെ ഇവർക്ക് ശക്തിയും ബലം തരണം യേശുവേ. ലൈവിൽ കാണുന്നവരെ അവർ പ്രാർത്ഥിക്കുന്നു യേശുവേ. പാസ്റ്ററിനെ അത് പ്രാർത്ഥിക്കുന്നു യേശുവേ. പ്രാർത്ഥന സദൃശ നാമത്തിൽ തന്നാമേ. അപ്പോൾ നമ്മുടെ പരിപാടി ഒന്ന് ഉഷാറാക്കണ്ടേ? ഒരു എക്സസൈസ് ആയാലോ? വാമപ്പിനായി നമ്മുടെ കുട്ടി പട്ടാളത്തിൽ നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുക. പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കിയാലോ? ഓൺലൈൻ ക്ലാസ്സാണ്. കൂട്ടുകാർ സംസം വാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇഷ്മായിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അബ്രഹാമിന് ഹാഗാറിൽ ഉണ്ടായ മകനാണ് ഇഷ്മായേൽ. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ അർദ്ധപ്രാണനായി കിടന്ന ഇഷ്മായേലിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് അടുത്ത് നമുക്കിനി കേൾക്കാം. അതിനായി നമുക്ക് സുജയ ആൻറ്റിയെ നമുക്ക് ക്ഷണിക്കാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കൂട്ടുകാരെ, നാം ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ ഉൽപ്പത്തി പുസ്തകം 16 21 അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. അതായത് ഹഗാറും ഇസ്മായേലിനെയും കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹഗാർ അബ്രഹാം പിതാവ് മിസ്രൈമിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഒരു ദാസിയായിരുന്നു ഹഗാർ. അബ്രഹാം പിതാവും സാറായും താമസിക്കുന്നിടത്തേക്ക് ഹഗാറിനെ കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ ദാസിയായി അവിടെ ചെയ്യുമ്പോൾ വളരെ കാലം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രഹാം പിതാവിനും സാറായിക്കും മക്കളില്ലായിരുന്നു. അങ്ങനെ അവരിയ്ക്കുമ്പോൾ, വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ, സാറ അബ്രഹാം പിതാവിനോട് പറഞ്ഞു, എൻ്റെ ദാസിയായ ഹഗാറിനെ നീ പരിഗ്രഹിക്കുക, അവളുടെ അടുത്ത് ചെല്ലുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ പറഞ്ഞതനുസരിച്ച് അബ്രഹാം പിതാവ് ഹഗാറിനെ പരിഗ്രഹിക്കുകയും അബ്രഹാം പിതാവിന് അവളിൽ കൂടി ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ആ മകനാണ് ഇസ്മായേൽ. ഇസ്മായേൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഹഗാറും ഇസ്മായേലും കൂടി സാറായ്ക്ക് ഒരു ദുഃഖമായി തീർന്നു. അവർ എപ്പോഴും സാറായെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അതായത് സാറായ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്ത കാരണമായിരുന്നു ആ പരിഹാസം. അങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇസ്മായേലിന് ഏകദേശം ഒരു 10-12 വയസ്സാകാറായപ്പോഴാണ് നമ്മുടെ അബ്രഹാം പിതാവിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നത്. അങ്ങനെ ഇസഹാക്ക് ജനിച്ച് അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദാസിയായ ഹഗാറും ഇസ്മായേലും കൂടി ഈ കുഞ്ഞിനെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. നമ്മുടെ കുഞ്ഞ് ഇസഹാക്കിനെ മാനസികമായും ശാരീരികമായും വളരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അത് കണ്ട് സാറായ്ക്ക് വളരെ മനപ്രയാസമുണ്ടായി. അത് ഗലാത്യർ പ്രവചനം 4-ാം അധ്യായത്തിൽ ആ ഉപദ്രവങ്ങളെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ സാറായ്ക്ക് വളരെ വിഷമം ഉണ്ടാകുകയും സാറ അത് അബ്രഹാം പിതാവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അബ്രഹാം പിതാവിനും മനോവിഷമം ഉണ്ടായിരിക്കുന്ന സമയം ദൈവം അബ്രഹാം പിതാവിനോട് ഇടപെടുകയും സാറായി പറയുന്നത് പോലെ തന്നെ നീ അനുസരിക്കുക എന്ന് അബ്രഹാം പിതാവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അബ്രഹാം പിതാവ് ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഹഗാറിനെ വിളിച്ച് അവിടെ അടുത്ത് ചെന്നിട്ട് ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പക്കഷ്ണങ്ങളും ഇസ്മായേലിനെയും പിടിച്ച് അവിടെ കയ്യിൽ കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു. അവരങ്ങനെ പോയി ബേശദ എന്ന മരുഭൂമിയിലൂടെ ഉഴന്ന് നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിലെ ആഹാരപദാർത്ഥങ്ങൾ തീർന്നുപോയി, വെള്ളവും മുഴുവനായി തീർന്നുപോയി. കുഞ്ഞ് അലഞ്ഞ് വളരെ അവശനായി തീർന്നു. അങ്ങനെ കുഞ്ഞ് അവശനായി തീർന്ന സമയത്ത് ഹഗാർ കുഞ്ഞിനെ ഒരു കുറ്റിച്ചെടി ചുവട്ടിൽ കൊണ്ടിട്ടിട്ട് ദൂരത്ത് മാറി തിരിഞ്ഞിരുന്ന് ആലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ അവളോട് ഇടപെടുകയും ഹഗാറെ നിനക്ക് എന്ത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഹഗാറിനോട് ദൈവദൂതൻ പറഞ്ഞു, ബാലൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നുവെന്നും ദൈവസന്നിധിയിൽ അത് എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഹഗാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ദൂതൻ ഹഗാറിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ചെന്ന് ബാലനെ എഴുന്നേൽപ്പിക്കുക. അങ്ങനെ ഹഗാർ എഴുന്നേറ്റ് ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറക്കുകയും അവരുടെ അരികത്തായി ഒരു നീരുറവ കാണുകയും ചെയ്തു. ആ നീരുറവയാണ് ഇപ്പോൾ നമ്മൾ സംസം വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ആ നീരുറവയിൽ നിന്ന് ധാരാളം വെള്ളം കുടിച്ച് ആ മരുഭൂമിയിൽ താമസിച്ച് ജീവിതകാലം കഴിക്കുവാനും ഇടയായി. നാം ദൈവം പറയുന്നത് അനുസരിച്ചുകൊണ്ടും
ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കേട്ടുകൊണ്ടും ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ മരുഭൂമിയിലാണെങ്കിലും ദൈവം അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തും. കൊച്ചുകൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിച്ചത് പിന്നെ ദൈവം എന്ത് പറഞ്ഞാലും ദാസിയായാലും നമ്മളോട് ദൈവം എന്തു പറയുന്നു അത് നമ്മൾ അനുസരിക്കുക. നമ്മൾക്കുള്ള കഴിവുകളെ നമ്മളോട് ദൈവം പറയുന്നത് പാടാനായിരിക്കും, ഡാൻസ് കളിക്കാനായിരിക്കും, പ്രസംഗിക്കാനായിരിക്കും, എന്ത് വേണമെങ്കിലും അത് ദൈവം പറയുന്നതനുസരിച്ച് നമ്മുടെ അനുസരിക്കുക. നമ്മുടെ മുതിർന്നവരെ, അതായത് മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ പാസ്റ്റർമാരെയും ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ അനുസരിച്ച് അതിൽ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഹഗാറിനെയും ദൈവം ഒരു ജാതിയാക്കുമെന്നാണ് പറഞ്ഞത്. അവനും അബ്രഹാമിൻ്റെ സന്തതിയല്ലോ എന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ഹഗാറും ഇസ്മായിലും കൂടെ മരുഭൂമിയിൽ അങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നു. ഇസ്മായിലിന് ദൈവം ചെയ്ത അത്ഭുതം കൂട്ടുകാരൻ കേട്ടില്ലേ? നമ്മുടെ ദൈവം എത്ര സ്നേഹസമ്പന്നനാണ്. ഓക്കെ, സ്നേഹനിധിയായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമുക്കിനി ഒരു മാജിക്കിലൂടെ കണ്ടാലോ? പ്രിയ കൂട്ടുകാരെ, ഈ റിങ്ങാണ് നമ്മളെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ജീവിതയാത്രയാണ് ഈ നൂല്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കുമ്പോൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ താന്ന് പോകും. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുമ്പോൾ പിന്നെയും നമ്മൾ അവിടെ താഴ്ചയായിരിക്കും. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ദൈവം അവിടെ നമ്മളെ താന്ന നിലത്തിൽ നിന്ന് നമ്മളെ ഉയർത്തും. ഇറങ്ങി പോകുന്നത് പോലെ നമ്മളെ ഉയർത്തും എന്നാണ് ഈ മാജിക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലായത്. നമ്മുടെ ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കിയാലോ? ഓ, ഇനി അടുത്തുള്ള ക്വിസാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനും പ്രോത്സാഹനത്തിനും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ ആഴ്ച 1ാം സ്ഥാനം നേടുന്നത് ഏത് ടീമാണെന്ന് നമുക്കിനി നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, അച്ഛൻ ഈ മാജിക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന്. ക്വിസ് കഴിഞ്ഞ അടുത്തതായിട്ട് അച്ഛൻ മാജിക്ക് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, തുടർച്ചയായി കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ നടത്തി വരുന്ന ക്വിസ് കോമ്പറ്റീഷൻ ഈ ആഴ്ചയും നടത്തുകയാണ്. ഇനിയും 2 ആഴ്ച കൂടെ നമുക്ക് ഇതേ ടീമിൽ വെച്ചിട്ട് ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തത് മത്തായി 1 മുതൽ 20 അധ്യായങ്ങൾ ചെയ്തു. ഈ ആഴ്ച ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെയുള്ള പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് ജനറൽ റൗണ്ട്, റിഡിൽ റൗണ്ട് കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ടീംസിനെ പരിചയപ്പെടുത്തിയതാണ്. നമ്മൾ ഈ 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിൻ്റ് ലഭിക്കുന്ന ടീമിന് പ്രത്യേകമായ ഒരു മൊമെൻറ്റോയും ക്യാഷ് അവാർഡും തരുന്നതായിരിക്കും. എലോകിം ഗ്ലോബൽ വർഷിപ്പിൻ്റെ വകയായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് എല്ലാ ടീംസിനെയും നമുക്ക് വെൽക്കം ചെയ്യാം. ഇതുവരെയുള്ള സ്കോർ ലെവൽ എന്താണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ ലെവൽ: ബെഥേൽ ടീം 60 സ്കോറ്, സോൾ സ്കോഡ് 35 സ്കോറ്, ട്രഷേഴ്സ് 90 സ്കോർ, 7 ക്യാൻഡിൽസ് 75 സ്കോർ. ബെഥേൽ ടീമിനോടായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബെഥേൽ ടീം റെഡിയാണോ? ഈ ഒരു റൗണ്ടിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് മത്തായിയുടെ സുവിശേഷം 20 മുതലുള്ള അധ്യായത്തിൽ നിന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരനെ അയക്കുന്ന ഒരു ഉപമയിൽ നിന്നാണ് 20-ാം അധ്യായം തുടങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചോദ്യമാണ്. പല സമയത്ത് പോയി പല ആൾക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാക്കി. ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് എടുത്ത വേലക്കാരോട് വീട്ടുടയവൻ എന്താണ് പറഞ്ഞത്? 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം. ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. അടുത്ത ടീമിന് ട്രൈ ചെയ്യാമോ? ആർക്കെങ്കിലും പറയാമോ? ഇവരോടെല്ലാം ഒരേ ആൻസറാണ് വീട്ടുടയവൻ പറഞ്ഞത്. അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ഞാൻ ന്യായമായത് തരാം. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ഉപമയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. സോൾ സ്ക്വാഡ്, ആർ യു റെഡി? ഈ ഒരു ഉപമയിൽ ആരാണ് കൂലി വാങ്ങിയിട്ട് വീട്ടുടയവനോട് പിറുപിറുത്തത്? ആരാണ് പിറുപിറുത്തത്? അതിൻ്റെ എക്സാക്റ്റ് വേർഡ്
മുമ്പന്മാർ കറക്റ്റ് ആൻസർ. സോൾ സ്ക്വാഡ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അവർ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. മുമ്പന്മാരാണ് പിറുപിറുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യമായി എന്താണ് ചെയ്തത്? സെബദി പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്തു ആദ്യം? യേശുവിനോടൊപ്പം തൻ്റെ പുത്രന്മാരെ ഇരുത്തണം. റോങ് ആൻസർ. അവരെന്തു ചെയ്തു എന്നാണ് ചോദിച്ചത്. ആർക്കെങ്കിലും പറയാമോ? സാഷ്ടാംഗം വേണം. അവരെ മുട്ടുകുത്തി അവനെ വന്ദിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ 7 candles. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? തീസിൽ താഴണം. റോങ് ആൻസർ. നിങ്ങളുടെ ദാസനാകണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സമയം കഴിഞ്ഞുപോയി. അടുത്ത റൗണ്ട് ബഥേൽ ടീമിനോടാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അടുത്ത വരുന്ന ഒരു സംഭവമാണ്. വഴിയരികിൽ ഇരുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട് യേശുവിനോട് നിലവിളിച്ചു. അപ്പോൾ മിണ്ടാതിരിക്കുവാൻ അവരെ ശാസിച്ചതാരാണ്? ശിഷ്യന്മാർ. റോങ് ആൻസർ. പുരുഷാരം അല്ലെങ്കിൽ ജനങ്ങൾ. അതാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ സോൾ സ്ക്വാഡിനോടാണ്. സോൾ സ്ക്വാഡ് മറ്റു ടീമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. ഇതേ സംഭവത്തോടനുബന്ധിച്ചുള്ള ചോദ്യമാണ്. കാഴ്ച പ്രാപിച്ച 2 കുരുടന്മാർ ചെയ്തതെന്ത്? കാഴ്ച പ്രാപിച്ച 2 കുരുടന്മാർ യേശുവിനെ പിൻഗമിച്ചു. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് സോൾ സ്ക്വാഡ് പറഞ്ഞത്. അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. ആർ യു റെഡി? ഇത് യേശുവിൻ്റെ യെരുശലേം പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. യേശു കഴുതപ്പുറത്ത് കയറിയുള്ള യെരുശലേം പ്രവേശന സമയത്ത് നഗരത്തിലുള്ളവർ എന്താണ് ചോദിച്ചത്? ചോദ്യമാണ്. ഇവൻ ഗലീലയിൽ നിന്നുള്ള പ്രവാചകനായ യേശു. അല്ല, റോങ് ആൻസർ. വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇവൻ ആര് എന്ന് ചോദിച്ചോളൂ. അടുത്ത 7 candlesനോടാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇവൻ ആരെന്ന് ജനക്കൂട്ടം ചോദിച്ചു. അപ്പോൾ എന്ത് മറുപടിയാണ് കിട്ടിയത്? ഇതിൻ്റെ മറുപടി ആരാണ് പറഞ്ഞത്? ഇതിനെന്ത് മറുപടി ലഭിച്ചു? ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞു? ഇതിന് മറുപടി പറഞ്ഞത് ജനക്കൂട്ടമാണ്. ഞാൻ അറിയാതെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ പറഞ്ഞിരുന്നുവെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഗലീലായിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന ജനക്കൂട്ടം ഈ ഒരു ക്വസ്റ്റ്യന്, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഈ ഒരു ട്രിവിയ റൗണ്ടിലെ ലാസ്റ്റ് റൗണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണ വേലയിൽ അറിയാമല്ലോ, ആ യേശു ദേവാലയത്തിൽ വന്ന് വാങ്ങുന്നവരെ വിൽക്കുന്നവരെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ സമയത്ത് യേശു എന്തൊക്കെയാണ് മറിച്ച് കളഞ്ഞത്? മറിച്ച് കളയുന്നുണ്ട് ചില കാര്യങ്ങൾ. എന്താണ് മറിച്ച് കളഞ്ഞത് അവിടെ? സമയം കഴിഞ്ഞു. വേറെ ആർക്കെങ്കിലും പറയാമോ? വിൽക്കുന്നവരുടെ പീഠങ്ങളെ, പൊൻവാണിഭക്കാരെയല്ല, അവരുടെ മേശകൾ. പ്രാവിനെ വിൽക്കുന്നവരുടെ പീഠങ്ങളും പൊൻവാണിഭക്കാരുടെ മേശകളും യേശു മറിച്ച് കളഞ്ഞു. ഓക്കെ, സോൾ സ്ക്വാഡ്, ആർ യു റെഡി? ഇതും ദേവാലയ ശുദ്ധീകരണ വേളയോടുള്ള ബന്ധത്തിലുള്ള ക്വസ്റ്റ്യനാണ്. യേശു യെരുശലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ അവിടെ ദാവീദ് പുത്രന് ഹോശന എന്ന് ആർത്തത് ആര്? ഇത് കേട്ട് ശാസ്ത്രികന്മാരും പുരോഹിതന്മാരും ഈ ആർക്കുന്നവരെ ശാസിക്കുന്നുണ്ട്. പുരോഹിതന്മാർ അവരെ ശാസിക്കുന്നുണ്ട്. ശിഷ്യന്മാർ. റോങ് ആൻസർ. ബാലന്മാരാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബാലന്മാർ ആർത്തു വിളിച്ചു. അത് കണ്ടിട്ട് അവർ ശാസിച്ചു. ഓക്കെ, അതുവരെ പറയാൻ കഴിഞ്ഞില്ല സോൾ സ്ക്വാഡ്. ഓക്കെ, ട്രഷേഴ്സ് ടീമിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. യേശു ഈ ശാസനയൊക്കെ കേൾക്കുമ്പോൾ യേശു പ്രത്യുത്തരം പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ എന്ത് ഒരുക്കിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പുകഴ്ച. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ട്രഷേഴ്സ് ടീം ഒരു ക്ലാപ്പ് കൊടുക്കാം. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്.
അടുത്തത് 7 ക്യാൻഡിൽസ് ടീമിനോടാണ്. ആർ യു റെഡി? ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്? യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ഇത് കഴിഞ്ഞ് ഉള്ള ഒരു കാര്യത്തോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, യേശുവിൻ്റെ ദേവാലയ പ്രവേശനത്തിനും ശുദ്ധീകരണത്തിനും ശേഷം അവിടെ നിന്ന് പോയി രാപ്പാർത്ത സ്ഥലം. ഗെറ്റ്സമനെ. റോങ് ആൻസർ. വേറെ ആർക്കെങ്കിലും പറയാമോ? ബഥാന്യ. ബഥാനിയ. ബഥാനിയ കറക്റ്റ് ആൻസർ. ഇവിടെ ബത്തേൽ പറഞ്ഞിരിക്കുകയാണ്. പോയിൻറ്റ്സ് ഇല്ല. 7 ക്യാൻഡിൽസിൻ്റെ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നമുക്ക് വിഷ്വൽസ് റൗണ്ടാണ്. ഈ റൗണ്ടിലെ പോയിന്റ് നിലവാരം നമുക്ക് ശ്രദ്ധിക്കാം. ബദേൽ 0 പോയിൻറ്റ്, സോൾ സ്ക്വാഡ് 20 പോയിൻറ്റ്, ട്രഷേഴ്സ് 10 പോയിൻറ്റ്, 7 ക്യാൻഡിൽ 0 പോയിൻറ്റ്. ഈ ഒരു റൗണ്ടിൽ അവസാനിക്കുമ്പോൾ സോൾ സ്ക്വാഡാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്താട്ടെ. സെക്കൻഡ് വിഷ്വൽസ് റൗണ്ടാണ്. വിഷ്വൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക. മിഷനറീസിൻ്റെ ദൈവമനുഷ്യരുടെ പിക്ചർ അതിനകത്തുണ്ട്. ബാക്കി അതിൽ 3 പേരുടെ പിക്ചർ നിങ്ങൾക്ക് കാണാം. 10 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് ടൈം ലഭിക്കുകയുള്ളൂ. ഇതിന് ആളെ ഐഡൻറ്റിഫൈ ചെയ്താൽ 5 മാർക്കും, പേര് പറയുകയാണെങ്കിൽ 10 മാർക്കും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 7 ക്യാൻഡിൽസ്. സി. ഹൂ ഈസ് ദാറ്റ്? ആരാണത്? അവർ ആളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. അത് വില്യം ടിൻഡേൽ ആണ്. വില്യം ടിൻഡേൽ. അദ്ദേഹം ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. ഒരാൾ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ ആക്ച്വലി അന്ന് കത്തിക്കാനുണ്ടായത്. അദ്ദേഹം ദൈവദൂഷണം ചെയ്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ സഭ അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് തീയരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇന്നത്തെ കിങ് ജെയിംസ് വേർഷനിൽ 80% ഫോളോ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഓക്കെ, അടുത്ത വിഷ്വൽ ട്രഷേഴ്സ് ടീമിനോടാണ്. നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിക്കുക. ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ബി കറക്റ്റ് ആൻസർ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പോയിൻ്റ് ഒന്നുമില്ല. ടൈം ഈസ് ഓവർ. 7 ക്യാൻഡിൽസ് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷേ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. അവർക്ക് 5 പോയിൻറ്റ്സ് ഉണ്ട്. ട്രഷേഴ്സ് പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ബി ആണ്. ആരാണെന്ന് പറയാമോ? ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിയാണ്. സീഗൻ ബാഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മദ്രാസിനടുത്താണ് അദ്ദേഹം വന്ന് ജർമ്മൻ മിഷണറിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഓക്കെ, സീഗൻ ബാഗ്, ബർത്തലോമായി സീഗൻ ബാഗ് ജർമ്മൻ മിഷണറിയാണ്. ഡാനിഷ് കോളനിയായ ട്രാങ്ക്വർ, അത് മദ്രാസിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 1706 അദ്ദേഹം അവിടെ എത്തിയിരുന്നത്. നെക്സ്റ്റ് വിഷ്വൽ സോൾ സ്ക്വാഡിനാണ്. നിങ്ങൾ ടൈം കീപ്പ് ചെയ്യുക. ടൈമിനുള്ളിൽ തന്നെ പറയണം. ഓക്കെ, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ആൻസർ പറയുന്നത് നല്ലതാണ്. ഓക്കെ, സോൾ സ്ക്വാഡ് ശ്രദ്ധിക്കുക. വിഷ്വൽ. നിങ്ങൾ ഇച്ചിരി ധൃതി കാണിച്ചു. ആരാണ്? വേറെ ആർക്കെങ്കിലും ടീമിൽ ഐഡൻറ്റിഫൈ ചെയ്യാമോ? അത് റോങ് ആൻസറാണ്. ഈ ആരാണ്? അതറിയത്തില്ല. പുള്ളിക്കൊരു മിഷണറിയുടെ ലുക്കുണ്ട്. ഈ ആണ് കറക്റ്റ് ആൻസർ. ബി ഒരു വിക്ടർ ഹ്യൂഗോയാണ്. സി ഗ്രഹാംബെല്ലാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. എ ആണ് കറക്റ്റ് ആൻസർ. അദ്ദേഹം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വളരെയധികം പേരെ സുവിശേഷ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന DL മൂഡി എന്ന ദൈവമനുഷ്യൻ്റെ പിക്ചറാണ്. വളരെ പ്രസിദ്ധനായ പിക്ചറാണ്. ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ പിക്ചറൊക്കെ ആ ബുക്കിൻ്റെ താളുകളിലൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ കണ്ടു കാണും എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അടുത്തത് ബത്തേൽ ടീമിനോടാണ്. ബത്തേൽ ടീം വിഷ്വൽ ശ്രദ്ധിക്കുക. ദൈവമനുഷ്യൻ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ആരാണ്? കറക്റ്റ് ആൻസറാണ്. അവർക്ക് 5 പോയിൻറ്റ്. ഈ ബത്തേൽ ടീം കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ നാസി ഭരണകാലത്ത് മരണപ്പെട്ട, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ കാലത്ത് രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ്. ഡിട്രിച്ച് ബോണോഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സി ആണെങ്കിൽ വില്യം വേർഡ്സ്വർത്ത്, ഒരു പോയിറ്റാണ്. ബി ആണെങ്കിൽ അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണ്. ഓക്കെ,
അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള ബുക്ക് എഴുതിയ വ്യക്തിയാണ് ഡിട്രിച്ച് ബോണോഫർ. ഓക്കെ, വിഷ്വൽ റൗണ്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. ദ ക്വസ്റ്റ്യൻ ഗോസ് ടു ബെഥേൽ ടീം. പിക്ക് ഔട്ട് ദ ബൈബിൾ വേഴ്സ്. 3 വചനങ്ങൾ നിങ്ങളെ കാണിക്കും, ശ്രദ്ധിക്കുക. ഇതിൽ ഒരു വചനം മാത്രമേ ബൈബിൾ വേഴ്സ് ഉള്ളൂ. ഒരു വചനം കാത്തലിക് ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കാത്തലിക് ബൈബിളിൽ നിങ്ങൾക്കറിയാമല്ലോ എക്സ്ട്രാ പുസ്തകങ്ങളുണ്ട്, വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. ബൈബിൾ വചനത്തോട് വളരെ താതാത്മ്യമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിങ്ങൾ ഉത്തരം പറയുക. ഒരു വചനം മാത്രമേ ബൈബിൾ വേഴ്സ് ഉള്ളൂ. ഐഡൻറ്റിഫൈ ദ ബൈബിൾ വേഴ്സ്. ദ ക്വസ്റ്റ്യൻ ഗോസ് ടു ബെഥേൽ ടീം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെഥേൽ ടീം ശ്രദ്ധിക്കുക. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ബൈബിൾ വേഴ്സ്? ബെഥേൽ ടീം, ആൻസർ. ബി. റോങ് ആൻസർ. അത് കാത്തലിക് ബൈബിളിൽ നിന്നുള്ള വേഴ്സാണ്. സി ആണ് കറക്റ്റ് ആൻസർ. കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും. അത് സഭാപ്രസംഗി 5-ാം അധ്യായം 9-ാം വാക്യമാണ് ആ ക്വസ്റ്റ്യൻ, ആ ഒരു ബൈബിൾ വേഴ്സ്. അടുത്ത വേഴ്സ് ശ്രദ്ധിക്കുക. സോൾ സ്ക്വാഡ്, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. കറക്റ്റ് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. സോൾ സ്ക്വാഡിന് 10 പോയിന്റ്. ഇത് സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 7-ാം വാക്യമാണ്. ഓക്കെ, ഇതൊക്കെ ബാക്കിയുള്ളത് മഹത്വചനങ്ങളും ഒരു മഹത്വചനവും കാത്തലിക് ബൈബിളിൽ നിന്നുള്ള വേഴ്സുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക, ബൈബിൾ വേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ബി കറക്റ്റ് ആൻസറാണ്. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. എവിടെയാണെന്ന് അറിയാമോ ഇതുള്ളത്? പ്രൊവർബ്സ്, സദൃശ്യവാക്യങ്ങളാണ്. 24-ാം അധ്യായം 5-ാം വാക്യമാണത്. ബി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 7 കാൻഡിൽസിനോടാണ്. ബൈബിൾ വേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബി. ബി. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. 7 കാൻഡിൽസ് കറക്റ്റായ ഉത്തരവാണ് പറഞ്ഞത്. കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. പ്രൊവേർബ്സ് 24:10 സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. അടുത്തത് നമുക്ക് GK റൗണ്ടാണ്. വിഷ്വൽസ് ശ്രദ്ധിക്കുക. 7 റിഡിൽസ് ആണ്. റിഡിൽസ് അറിയാമല്ലോ, കടങ്കഥകളാണ്. അതിൻ്റെ ഉത്തരം ഇവിടെ അടുത്ത് ഈ റൗണ്ട് തുടങ്ങുന്നത് 7 കാൻഡിൽസിൽ നിന്നായിരിക്കും. ഓക്കെ, ആർ യു റെഡി? ആദ്യത്തെ വിഷ്വൽ, ക്വസ്റ്റ്യൻ. ഇത് എത്ര അധികമുണ്ടോ അത്രയും കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്താണിത്? ദ മോർ ഓഫ് ദിസ് ദർ ഈസ് ദ ലെസ് യു സീ. കടുക്. ഡാർക്ക്നെസ് ആണ് കറക്റ്റ് ആൻസർ. ഇരുട്ട് എത്ര അധികം ഉണ്ടോ അത്ര കുറച്ചേ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. സോൾസ് കാർഡാണ് അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞത്. പോയിൻറ്റ്സ് ആർക്കുമില്ല. ക്വസ്റ്റ്യൻ 7 കാൻഡിൽസിനോടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റിഡിൽ അല്ലെങ്കിൽ കടങ്കഥ ഉത്തരം കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യുക. ബൈജു തങ്ങളുടെ സഹോദരനായിരുന്നു എന്ന് 3 ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ബൈജു പറയുന്നു തനിക്ക് സഹോദരന്മാർ ആരും തന്നെ ഇല്ലെന്ന്. യഥാർത്ഥത്തിൽ ബൈജുവിന് എത്ര സഹോദരങ്ങളുണ്ട്? ആരുമില്ല, സഹോദരങ്ങൾ ആരുമില്ല. കറക്റ്റ് ആൻസർ ആണ്. പിന്നെ ആരാണുള്ളത്? സഹോദരിമാർ. സഹോദരിമാരാണുള്ളത്. കറക്റ്റ് ആൻസറാണ് ട്രഷേഴ്സ് ടീം പറഞ്ഞത്. 10 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ സോൾ സ്ക്വാഡിനോടാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വല കൈപ്പത്തി കൊണ്ട് മാത്രം പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണിത്? കറക്റ്റ് ആൻസറാണ് സോൾ സ്ക്വാഡ് പറഞ്ഞത്. വലത് കൈ കൊണ്ട് മാത്രം പിടിക്കാവുന്നത് ഇടത് കൈയുടെ എൽബോ ആണ്. കറക്റ്റ് ആൻസർ. സോൾ സ്ക്വാഡിന് 10 പോയിന്റ്. അടുത്ത ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ബെഥേൽ ടീം ശ്രദ്ധിക്കുക, നിങ്ങളോടുള്ള ക്വസ്റ്റ്യനാണ്. കടങ്കഥ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരു സോസ്പാനിനകത്ത് ഇടാൻ കഴിയാത്തത് എന്താണ്?
ആർക്കെങ്കിലും പറയാമോ വേറെ? സോസ്പാൻ്റെ അടപ്പ്. അതിൻ്റെ അടപ്പാണ് അതിനകത്ത് ഇടാൻ പറ്റാത്തത്. സോൾസ് കാർഡാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യനും ആർക്കും തന്നെ പോയിന്റ് ഇല്ല. ബത്തേൽ ടീമിനെ പറയാനായിട്ട് കഴിഞ്ഞില്ല. ഇനിയും ജനറൽ നോളജ് റൗണ്ടാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാനായിട്ട് കഴിയും. ബത്തേൽ ടീം നിങ്ങൾക്കാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ജനറൽ നോളജ് റൗണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഉപയുക്തമായ ഘടകം, രക്തത്തിലുള്ള ഘടകം ഏതാണ്? പ്ലേറ്റ്ലേറ്റ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ബത്തേൽ ടീമിന് 10 പോയിന്റ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ആയിട്ട് സഹായിക്കുന്ന ഘടകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സോൾ സ്ക്വാഡിനോട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് ഉപയോഗിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് എനർജി കണ്ടെയ്നിങ് ഫുഡ് മെറ്റീരിയൽ? ഏറ്റവും അധികം നമുക്ക് ഊർജ്ജം തരുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ്? റോങ് ആൻസർ. ഫാറ്റാണ് കറക്റ്റ് ആൻസർ. സോൾസ് കാർഡ് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോയിന്റ് ഒന്നും തന്നെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. നിങ്ങൾക്കുള്ള GK ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് എർത്തുവം എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ഏത് ഓർഗൻ വെച്ചിട്ടാണ്? സ്കിൻ. യു ആർ ചൂസിങ് സി. കറക്റ്റ് ആൻസർ ആണ്. വെറ്റ് സ്കിന്നിൽ കൂടിയാണ് അത് ശ്വസിക്കുന്നത്. സി. ട്രഷേഴ്സ് ടീമിന് 10 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ 7 കാൻഡിൽസിനോടാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് പ്ലാന്റ് ഇൻ വിച്ച് പോളിനേഷൻ ഈസ് ഡൺ ബൈ ഹ്യൂമൻ ബീയിങ്സ്? മനുഷ്യരാണ് ഈ ഒരു പ്ലാന്റിനെ പോളിനേഷൻ ചെയ്യേണ്ടത്. ഏത് പ്ലാന്റ് ആണ്? റോസ്. റോങ് ആൻസർ. വാനിലയാണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് പോളിനേഷൻ ചെയ്യേണ്ട ഒരു പ്രത്യേക ജീവിയാണ്. അത് നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് മാനുവലി ഒരു മനുഷ്യൻ തന്നെ അത് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ GK റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിഷ്വൽസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളത് ബൈബിൾ എന്നുള്ള GK റൗണ്ടാണ്. ബൈബിൾ എന്നുള്ള GK റൗണ്ട്. ആർ യു റെഡി? ബത്തേൽ ടീം ആർ യു റെഡി? ടൈമുണ്ട്. ഓക്കെ, 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യ മനുഷ്യർക്ക് ഇല്ലാതിരുന്നതും ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളതുമായ ഒരു കാര്യം? വസ്ത്രം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ടൈം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്താട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ യേശുവിൻ്റെ അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോൾസ് കാർഡ്. ആർ യു റെഡി? യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം എന്ത്? 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം. സൗഖ്യം. അല്ല, റോങ് ആൻസർ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണ് 4 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരു അത്ഭുത സംഭവം. ആർക്കും പോയിന്റ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ട്രഷേഴ്സ് ടീമിനോടാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാക്യം ഏതാണ്? പറയാമോ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാക്യം ഏതാണ്? ടൈം കഴിഞ്ഞു. വേറെ ടീമിൽ ട്രൈ ചെയ്യാം. എസ്തർ പുസ്തകമാണ്, പക്ഷേ റെഫറൻസ് തെറ്റാണ്. 8:9. ഓക്കെ, പോയിന്റ് ഒന്നുമില്ല. അടുത്തത് 7 കാൻഡിൽസിനോടാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം ഏത്? പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം. വേറെ ആർക്കെങ്കിലും പറയാമോ? വെളിപാട് 20:14 പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം. അടുത്ത ഒരു 4 സെറ്റ് ക്വസ്റ്റ്യനോടുണ്ട്. ബൈബിൾ GKയോട് കൂടി ഈ ഒരു റൗണ്ട് അവസാനിക്കും. ബത്തേൽ ടീം ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ വലിയവനാക്കും എന്ന യഹോവ 2 പേരോട് അരുളി ചെയ്തു. അവർ ആരെല്ലാം? ഒന്ന് അബ്രഹാം, യാക്കോബ്. പകുതി കറക്റ്റുള്ളൂ. ഇവർക്ക് 5 പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. ബത്തേൽ ടീം പകുതി കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ നിന്നെ വലിയവനാക്കുമെന്ന് യഹോവ 2 പേരോട് പറഞ്ഞു. ഒന്ന് അബ്രഹാമിനോടും 2 മോശയോടുമാണ് പറഞ്ഞത്. ഒരു ആളുടെ പേര് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, ബത്തേൽ ടീമിന് 5 പോയിന്റ്.
അടുത്തത് സോൾ സ്ക്വാഡിനോടാണ്. സിംഹത്തെ കൊന്ന 2 ബൈബിൾ വ്യക്തികൾ പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ദാവീദും ശിംശോനുമാണ് സിംഹത്തെ കൊന്ന 2 ബൈബിൾ കഥാപാത്രങ്ങൾ. അടുത്ത ട്രഷേഴ്സ് ടീമിനോടാണ്. ആർ യു റെഡി? ബൈബിളിലെ ഏറ്റവും വലിയ പേര് ഏത്? ബൈബിളിലെ ഏറ്റവും വലിയ പേര്? അറിയാമോ? മഹേർ ഷാൽ ഹാസ്ബസ്. മഹേർ ഷാലാൽ മഹേർ ഷലാൽ ഹാസ്ബസ്. ഹാസ്ബസ്. യെസ്, വെരി ഗുഡ്. ബെത്തൽ ടീമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. പോയിന്റ് ആർക്കും തന്നെ ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7 കാൻഡിൽസിനോടാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നതിൽ പ്രസിദ്ധനായ പഴയ നിയമ വ്യക്തി ആരാണ്? അപ്പം വർദ്ധിപ്പിക്കുന്നതിൽ പ്രസിദ്ധനായ പഴയ നിയമ വ്യക്തി. മോശ. തെറ്റാണ്. വേറെ ആർക്കെങ്കിലും പറയാമോ? ഏലിയാവ്. അല്ല, ഏലിയാവിൻ്റെ ശിഷ്യനാണ്, ഏലീശയാണ്. ഓക്കെ, അപ്പോൾ ആർക്കും തന്നെ ഈ ഒരു റൗണ്ടിൽ പോയിന്റ് ഇല്ല. നമുക്ക് പോയിന്റ് നിലവാരം എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ റൗണ്ട് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ടീം ബദേൽ 30 പോയിൻറ്റ്സ്, സോൾ സ്ക്വാഡ് 40 പോയിൻറ്റ്സ്, ട്രഷേഴ്സ് 40 പോയിൻറ്റ്സ്, 7 കാൻഡിൽസ് 15 പോയിൻറ്റ്സ്. അടുത്ത റാപ്പിഡ് റൗണ്ടാണ്. റാപ്പിഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയം ടൈമർ റൺ ചെയ്യത്തില്ല. പക്ഷേ ആൻസർ പറയാൻ നിങ്ങൾ എടുക്കുന്ന സമയം ടൈമർ റൺ ആവും. മൊത്തം 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഈ റാപ്പിഡ് റൗണ്ടിൽ ടൈം കിട്ടുക ആൻസർ പറയാൻ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ടൈമർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് 30 സെക്കൻഡ് തികച്ച് നിങ്ങൾക്ക് കിട്ടും 5 ക്വസ്റ്റ്യൻ പറയാനായിട്ട്. ഓക്കെ, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പാസ് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കുറഞ്ഞു പോകും. അറിയാമെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയുക. 7 കാൻഡിൽസിനോടാണ് ആദ്യത്തെ റാപ്പിഡ് റൗണ്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ടൈമർ റൺ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, കഴിയുന്നതും റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾ ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു പറഞ്ഞ സന്ദർഭം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തത് ആരെല്ലാം? പരീശന്മാർ. അല്ല, റോങ് ആൻസർ. രണ്ട് ക്വസ്റ്റ്യനായി. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വേലി കെട്ടി ചക്ക് കുഴിച്ചിട്ടു കുടിയാന്മാരെ ഏൽപ്പിച്ചു, എന്നാൽ അവർ അതിൻ്റെ അനുഭവം കൊടുത്തില്ല. ആരാണ് ഈ കുടിയാന്മാർ? കുടിയാന്മാരാരാണ്? 3 ക്വസ്റ്റ്യനായി. 4ാമത്തെ ക്വസ്റ്റ്യൻ. യേശുവിൻ്റെ ഉപമകളെ കേട്ട മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നറിഞ്ഞ് അവർ എന്ത് അന്വേഷിച്ചു? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കല്യാണ വിരുന്നിൻ്റെ ഉപമയിൽ, അതായത് കല്യാണം വിരുന്ന് അനേകം പേരെ ക്ഷണിക്കുന്നുണ്ട്, ചിലർ വരുന്നില്ല. ഓക്കെ, ആ ഒരു ഉപമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കല്യാണ വിരുന്നിൻ്റെ ഉപമയിൽ രാജാവിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പുത്രന് വേണ്ടി സദ്യ കഴിക്കുന്ന ഒരു മനുഷ്യൻ സാദൃശ്യം. പുത്രനു വേണ്ടി സദ്യ കഴിക്കുന്ന രാജാവിനെ ഉപമിച്ചിരിക്കുന്ന വേറൊരു കാര്യത്തോട് ഉപമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ സ്വർഗരാജ്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യം, ആ പുത്രന് വേണ്ടി വിരുന്ന് കഴിച്ച രാജാവ് സ്വർഗരാജ്യത്തിന് സദൃശ്യമാണ്. ഓക്കെ, റാപ്പിഡ് റൗണ്ടിൽ 7 കാൻഡിൽസിന് പോയിൻറ്റ്സ് ഒന്നും ഇല്ല, ഒന്നും ആൻസർ പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ട്രഷേഴ്സ് ടീമിനോടാണ്. നിങ്ങൾ റെഡിയാണോ? ഈ കല്യാണ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഉപമ അറിയാമല്ലോ. ഓക്കെ, കല്യാണത്തിന് ക്ഷണിച്ചവരെ ആദ്യം ദാസന്മാരെ വിളിപ്പിച്ചപ്പോൾ അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നീട് രാജാവ് എന്താണ് ചെയ്തത്? വഴിയരികിലുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. റോങ് ആൻസർ. സ്റ്റോപ്പ്. അവർ ദാസന്മാരെ വിളിച്ചപ്പോൾ അവർ വന്നില്ല. രാജാവ് പിന്നെ ചെയ്തത് മറ്റ് ദാസന്മാരെ വിളിപ്പിച്ചു. ഓക്കെ, അതാണ് ചെയ്തത്. 2ാമത്തെ ക്വസ്റ്റ്യൻ.
യേശുവിൻ്റെ കാലത്ത് പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്നത് ഏത് കൂട്ടരാണ്? സദൂക്യർ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. സദൂക്യരാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, എന്നു മുതലാണ് യേശുവിനോട് ആരും ഒന്നും ചോദിക്കാൻ തുനിയാതിരുന്നത്? ഒരു പ്രത്യേക സംഭവം നടന്നതിന് ശേഷം യേശുവിനോട് പിന്നെ ആരും ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞില്ല. എന്ത് സംഭവമാണ്? പാസ്. ക്രിസ്തു ആരുടെ പുത്രൻ എന്ന് പരീശന്മാരോട് ചോദിച്ചു. അതിനവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ചോദ്യം ചോദിക്കുന്നത് എല്ലാവരും അവസാനിപ്പിച്ചത്. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 4ാമത്തെ. ഓക്കെ, ശ്രദ്ധിക്കുക. യേശു പറയുന്നു, അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഈ ഖനമുള്ള ചുമട് കെട്ടി തോളിൽ വെക്കുന്നത് ആരാണ്? ആരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും. പൂർണ്ണമല്ല ആൻസർ. ശാസ്ത്രിമാരും പരീശന്മാരും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. അതിനവർക്ക് പോയിന്റ് ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യേശു പറഞ്ഞു, നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുതെന്ന് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത്? പാസ്. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുവനാണ് നിങ്ങളുടെ നായകൻ, ക്രിസ്തുവാണ് നമ്മുടെ നായകൻ. അതുകൊണ്ടാണ് നായകൻ എന്ന് പേരെടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ കഴിഞ്ഞു. വെരി ഗുഡ്. നിങ്ങൾക്ക് അഡീഷണൽ ഒരു 10 പോയിൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും, ടൈമിന് ഉള്ളിൽ തന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. ഓക്കെ, സോ 30 പോയിൻറ്റ്സ്. സോൾ സ്ക്വാഡ് ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള 5 ക്വസ്റ്റ്യൻ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ബോണസ് പോയിൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് യേശു ശാസ്ത്രിമാരും പരീശന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ മറ്റ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്ത് എന്ത് നിറഞ്ഞിരിക്കുന്നെന്നാണ് യേശു പറഞ്ഞത്? അശുദ്ധമായിരിക്കുന്നു. കറക്റ്റ് വേർഡ് പറയാമോ? അഴുക്ക് നിറഞ്ഞിരിക്കുന്നു. പാസ്. കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഓക്കെ, അതാണ് യേശു ഉപയോഗിച്ച വേർഡ്. അടുത്തത് ശവക്കല്ലറയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. യേശു ശവക്കല്ലറയോട് അവരെ ഉപമിച്ചു. ഓക്കെ, റെഡിയാണോ? വെള്ള തേച്ച ശവക്കല്ലറകളോട് ശാസ്ത്രിമാരെയും പരീശന്മാരെയും യേശു ഉപമിച്ചപ്പോൾ കല്ലറയുടെ അകത്തുള്ളതിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഓക്കെ, കപടഭക്തിയും അധർമ്മത്തോടും. യേശു രക്തസാക്ഷിയായ സെഖര്യാവിനെ പറ്റി പറയുന്നുണ്ട്. സെഖര്യാവിൻ്റെ പിതാവിൻ്റെ പേരറിയാമോ? അവിടെ പറഞ്ഞിട്ടുണ്ട്. ബെരഖ്യാവാണ്. ബെരഖ്യാവ്. സെഖര്യാവിൻ്റെ പിതാവിൻ്റെ പേര് ബെരഖ്യാവ്. ഓക്കെ, അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ട്രൈ ചെയ്യുക. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരിക്കുന്നു. ഈ നിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? മനുഷ്യരുടെ. എക്സാക്റ്റ് പറയണം. യെരുശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ മക്കളെ എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ ശിഷ്യന്മാർ ലോകാവസാനത്തിന് എന്താണ് അടയാളം എന്ന് ചോദിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ്? എവിടെ വെച്ചാണ്? യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ല, പോയിന്റ് ഒന്നുമില്ല, ടൈമിൽ കഴിഞ്ഞു. ആർക്കെങ്കിലും പറയാമോ? ഒലിവ് മലയിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത്, അവർ ചോദിക്കുന്നത്. 24-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം അവർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും എന്ത് അടയാളം ചോദിക്കുന്നുണ്ട് ഒലിവ് മലയിൽ വെച്ച്. സോൾ സ്ക്വാഡിന് ഈ ഒരു റൗണ്ടിൽ പോയിന്റ് ഒന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത റാപ്പിഡ് റൗണ്ട് ക്വസ്റ്റ്യൻ ബethel ടീമിനോടാണ്. റെഡിയാണോ? ഓക്കെ, യേശുവിൻ്റെ മടങ്ങി വരവിനോട് ബന്ധത്തിൽ യേശു കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് മത്തായി 24. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഈറ്റുനോവ്. ഈറ്റുനോവിൻ്റെ ആരംഭമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അവർ ഉപദ്രവിക്കും. അല്ലല്ല, യുദ്ധങ്ങളും ക്ഷാമങ്ങളും. നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. പകുതി കറക്റ്റാണ്. ക്ഷാമം എന്ന് നിങ്ങൾ പറഞ്ഞു, അത് കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ ബാക്കി ക്ഷാമവും ഭൂകമ്പവുമാണ്, യുദ്ധമല്ല. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും ഈറ്റുനോവിൻ്റെ ആരംഭമായിട്ടെന്ന് യേശു പറഞ്ഞു. അവർക്ക് പകുതി പോയിൻറ്റ്സ് കൊടുക്കാം, 5 മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അന്ത്യകാലത്ത് അധർമ്മം പെരുകുന്നത് കൊണ്ട്
എന്തു സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത് അന്ത്യകാലത്ത് അധർമ്മം പെരുകുന്നത് കൊണ്ട്? അറിയില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്നേഹം തണുത്തു പോകും, അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് താലന്തുകളുടെ ഉപമയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 25-ാം അധ്യായത്തിൽ 5 താലന്ത് 10 താലന്ത് ഇങ്ങനെ 1 താലന്ത് യജമാനൻ അവൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. താലന്തുകളുടെ ഉപമയിൽ 1 താലന്ത് ലഭിച്ചവനോട് യജമാനൻ അവസാനമായി ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്നായിരുന്നു അവനോട് പറഞ്ഞത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാഞ്ഞതെന്ത്? അവൻ 1 ദ്രവ്യം കിട്ടിയവൻ അവൻ പോയി കുഴിച്ചിട്ടു. യജമാനൻ ചോദിക്കുന്നത്, നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാഞ്ഞതെന്ത്? ഓക്കെ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, അന്ത്യ അത്താഴ വേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ആദ്യം പറഞ്ഞത് എന്താണ്? അന്ത്യ അത്താഴത്തിന് അവിടെ കൂടിയിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്രൻ എടുക്കപ്പെടുവാൻ സമയം. അല്ല, പാസ്. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്നാണ് യേശു ആദ്യം പറഞ്ഞത് അന്ത്യ അത്താഴ വേളയിൽ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ പറയാം. യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായി ചുംബനം ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശുവിനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കുകയില്ല. അതാണ് യേശു പറഞ്ഞത്. അതാണോ പറഞ്ഞത്? വേറെ ആർക്കെങ്കിലും പറയാമോ? റബി വന്ദനം എന്നാണ് പറഞ്ഞത്. റബി വന്ദനം എന്ന് പറഞ്ഞ് യൂദ യേശുവിനെ ചുംബിച്ച് ഒറ്റിച്ചു കൊടുത്തു. ഓക്കെ, നമ്മുടെ ക്വിസ് റൗണ്ടുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പോയിന്റ് നിലവാരം നമുക്ക് ശ്രദ്ധിക്കാം. ബെതേൽ ടീം 45 മാർക്സ്, സോൾ സ്ക്വാഡ് 40 മാർക്ക്, ട്രഷേഴ്സ് 70 മാർക്ക്, 7 ക്യാൻഡിൽസ് 15 മാർക്സ്. കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും മാർക്സ്. ബെതേൽ ടീം 105 മാർക്ക്, സോൾ സ്ക്വാഡ് 75 മാർക്ക്, ട്രഷേഴ്സ് 165 മാർക്ക്, 7 ക്യാൻഡിൽസ് 90 മാർക്സ്. കഴിഞ്ഞ 2 ആഴ്ചകളുടെ ക്വിസ് കോമ്പറ്റീഷൻ പൂർത്തിയാവുമ്പോൾ ഏറ്റവും അധികം പോയിൻറ്റ്സ് നേടിയിരിക്കുന്നത് ട്രഷേഴ്സ് ടീമാണ്. അവർക്ക് 165 പോയിൻറ്റ്സ് ഉണ്ട്. നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുത്താട്ടെ. 2ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബത്തേൽ ടീമാണ്. 105 പോയിൻറ്റോടുകൂടി അവർ ഫോളോ ചെയ്യുന്നുണ്ട് ട്രഷേഴ്സ് ടീമിനെ. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും 1 മുതൽ 8 വരെ അധ്യായങ്ങളിൽ നിന്നുള്ള ബൈബിൾ ക്വിസും അതോടൊപ്പം തന്നെ ജനറൽ നോളജിൽ നമ്മൾ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ റിഡിൽസ്, മറ്റ് റൗണ്ടുകൾ അതേപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. കൂട്ടുകാരെ, അടുത്ത് നമുക്കിനി സ്വൈപ്പ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സോറി. നമുക്കിനി അടുത്തത് മാജിക് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. പഠിപ്പിക്കട്ടെ. ഇത് ഒരു റബ്ബർ ബാൻഡാണ്. ഇതിനകത്ത് ഞാനൊരു റിങ് ഇട്ടേക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്തത്, ഈ റബ്ബർ ബാൻഡ് ഞാൻ ഇവിടെയാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത്, ഈ റബ്ബർ ബാൻഡ് ഞാനിങ്ങനെ ഈ കൈയും കൊണ്ട് ഞാനിങ്ങനെ മറച്ച് പിടിച്ചു. ഇവിടുന്ന് ഞാൻ ഈ റബ്ബർ ബാൻഡ് മേപ്പോട്ടിങ്ങനെ വലിച്ചു വിട്ടാൽ, കൂട്ടുകാർ കണ്ടില്ലേ? കൂട്ടുകാരും ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ആ റിങ് മേപ്പോട്ട് കയറിപ്പോയോ എന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കിയാലോ? ആവേശോജ്വലമായ നിമിഷത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ഈ സംവാദ പരിപാടിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഏത് പക്ഷത്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നമുക്ക് ചൂടേറിയ ചർച്ചയിലേക്ക് കടന്നാലോ? ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ക്രൈസ്തവ സംവാദ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടീം ബി നമ്മോട് പറയുന്നു, സ്ത്രീയും പുരുഷനും ഒരേ നിലയിൽ തന്നെ എല്ലാറ്റിലും അവർ തുടരണം എന്ന് ടീം ബി നമ്മോട് പറയാൻ ശ്രമിക്കുന്നു. അതിന് അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അമ്മ പഠിപ്പിക്കേണ്ടത് ആദ്യം ഈ പെൺകുട്ടി അനുസരണശീലമുള്ള ആളായിട്ട് പഠിപ്പിക്കണം. 2, താഴ്മ പഠിപ്പിക്കണം, വിവേകം പഠിപ്പിക്കണം, വീട്ടുകാര്യം നോക്കാൻ പഠിപ്പിക്കണം. അപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാല് ഈ ഭർത്താക്കന്മാർക്ക് ഒരു റോളും ഇല്ല. അവർക്ക് വേല ചെയ്താൽ മാത്രം മതിയോ? ഭർത്താവിന്റെ റോൾ എന്താണ്? അവർക്ക്
ഭാര്യമാരെ സ്നേഹിക്കണം. ഓക്കെ, കുട്ടികളെ സ്നേഹിക്കേണ്ട. അപ്പം കുട്ടികൾ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഓൾറെഡി കുട്ടികളെ സ്നേഹിക്കും. പുത്രൻ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ നിങ്ങൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു സ്നേഹിച്ചതിൻ്റെ കൂടെ സ്നേഹിക്കണോ? ഗ്രീക്കിൽ തന്നെ 4 പദങ്ങൾ അതിൽ കിടപ്പുണ്ട്. അഗപ്പയുണ്ട്, റോസ് ഉണ്ട്, ഫിലേയോ ഉണ്ട്, പിന്നെ ഒരു പദം കൂടെ ഉണ്ട്. മാതാപിതാക്കന്മാർ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്. അതൊരിക്കലും ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധമല്ല, അത് അഗപ്പയാണ്. മാതാപിതാക്കന്മാർ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു സ്നേഹബന്ധം ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ഭവനങ്ങളിലും സഭകളിലും മറ്റുമൊക്കെ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഡൈവോഴ്സ് നടക്കുന്നത്. അതായത് പാസ്റ്റ് പറഞ്ഞു വന്നത് സമത്വത്തിനു വേണ്ടി അല്ല ഡൈവോഴ്സ് നടക്കുന്നത്. ഡൈവോഴ്സ് നടക്കുന്നത് മാതൃകയില്ലാത്ത കുടുംബ ബന്ധങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഏറെയും കൂടുതൽ ഇവിടെ ഡൈവോഴ്സ് നടക്കുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന പല കാര്യത്തിലും ഒത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ആ തെറ്റായ വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞു. ഇവിടെ വളരെ കൃത്യമായിട്ട് ബൈബിൾ പറഞ്ഞു, സ്ത്രീ വീട് ഭരിക്കണം, സ്ത്രീ പിന്നെ സുബോധമുള്ളവളായിരിക്കണം, പിന്നെ സ്ത്രീ ഭർത്താവിനെ സ്നേഹിക്കണം, വീട്ടുകാര്യം നോക്കണം, മൗനമായിട്ടിരിക്കണം എന്നെല്ലാം സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അത് ചെയ്യണ്ടേ? കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പം കീഴ്പ്പെടണ്ടേ? അവിടെ അടിമത്തമല്ല, അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അല്ല പാസ്റ്റർ എനിക്ക് പറ, ഈ കീഴ്പ്പെടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറ. ഞാൻ പാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ബഹുമാനം വന്നിട്ടുള്ള അടിച്ചമർത്തല്ലോ. അല്ല, നീ ചെയ്തേ പറ്റുമെന്ന് പറയുന്നതും ഇത് നീ ചെയ്തേ പറ്റുമെന്ന് പറയാൻ പറ്റുന്നതും ഒരു സ്നേഹമാണ്. അതാണ് അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേട്ടെ. അതായത് എനിക്ക് കൃത്യമായിട്ട് അധികാരം ഇല്ലാത്ത ഒരാളോട് ഞാൻ പറയത്തില്ല, ഇത് ചെയ്യാൻ പറയത്തില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറയും നീ ഇത് ചെയ്തേ പറ്റൂ. ഞാൻ അപ്പുറത്തെ ലില്ലിക്കുട്ടിയോട് പറയത്തില്ല ചെയ്യാൻ. ലില്ലിക്കുട്ടിയോട് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. ഞാനും ഭാര്യയും തമ്മിൽ ഭയങ്കര സ്നേഹമായുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പറയും നീ ഇത് ചെയ്തേ പറ്റൂ. അവൾക്ക് എന്നോട് സ്നേഹമുള്ള അതിനാ ഈ വിധേയത്വം എന്ന് പറയുന്നു. അവിടെ രണ്ടു കൂട്ടർക്ക് സ്നേഹം ഉണ്ടല്ലോ, രണ്ടു കൂട്ടർക്ക് സ്നേഹം. അത് പറയാനുള്ള കപ്പാസിറ്റി ആണിന് വേണമെന്നാ ഞങ്ങൾ പറയുന്നത്. എന്നാ ഞങ്ങൾ പറയുന്നത് ഇതാ ഞങ്ങൾ ഓക്കെ. ഒരു വിഷയം പറയട്ടെ. നേരത്തെ ഉള്ള കാലങ്ങളിലോ ഈ സ്ത്രീകള് അല്ലെങ്കിൽ ഒരു തന്റെ പുരുഷനെ കാണുമ്പോൾ കാലിന്മേൽ കാല് വെക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. എന്നാൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പൊ സഭയിലാണെങ്കിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്, ഒരു പെണ്ണ് കാലിന്മേൽ കാലെടുത്ത് വെക്കുമ്പോൾ ആര് വന്നാലും മൈൻഡ് ചെയ്യത്തില്ല, അവിടെ തന്നെ അതേ ഇരിപ്പ് തന്നെ ഇരിക്കും. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമത്വം? ഒരു ക്ലാപ്പോടത്തെ ചോദ്യം ചോദിക്കുന്നത് ഇതാണ് ചോദ്യം. ഒരു പെൺകുട്ടി കാലിന്മേൽ കാല് വെച്ചിരിക്കുന്നു, പുരുഷനെ കാണുമ്പോൾ എഴുന്നേക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമത്വം ഇതാണോ എന്നാ ചോദ്യം. പുരുഷൻ എന്ന് പറഞ്ഞൊരു ഒരു കൊച്ചു കുഞ്ഞ് വന്നാൽ അതൊരു മെയിലാണല്ലോ, ആ മെയിൽ വന്നാൽ എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. പുരുഷൻ. അപ്പം ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ആൺ ചെറുക്കനായാലും പെൺകൊച്ചായാലും വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ തന്നെ അപ്പം തന്നെ വന്ന് കയറിയാൽ തന്നെ അവർ എഴുന്നേക്കത്തില്ല, അവിടെ കാലുമേൽ കാൽ വെച്ചിരിക്കുക. അവിടെ സ്ത്രീ എന്നോ പുരുഷനോ അവിടെ വരുന്നില്ല, അവിടെ അവരെ റെസ്പെക്ട് ചെയ്യാത്തതിൻ്റെ വരുന്നത്. അത് വേറെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും സ്ത്രീ മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അവിടെ സ്ത്രീ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ആക്ച്വലി റെസ്പെക്ട് ചെയ്യേണ്ട ഏജിനെയാണ്, ആണ് പെണ്ണെന്ന് പറഞ്ഞ് ചെയ്യത്. അതായത് ഏജിനെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മതിയോ? പോരല്ലോ. ആണ് വരുമ്പോൾ എന്തിനാ എണ്ണിച്ച് നിൽക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഇസ് നോട്ട് ഈക്വാലിറ്റി. ദാറ്റ്സ് നോട്ട് ഫെയർ. എൻ്റെ അമ്മച്ചി വരുവാ ഇപ്പം. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബസ്സിൽ കയറുമ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കും, സ്ത്രീ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ ബഹുമാനം അവിടെ? ഞാൻ പറഞ്ഞില്ല അതിന് ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞേ. ആണുങ്ങൾക്ക് നിൽക്കാമെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടെന്നാ പിന്നെ നിന്നുകൂടാ? ഒരു പുരുഷൻ ബാക്ക് സീറ്റ്, ഒരു പുരുഷന് സ്ത്രീ വരുന്നത് കാണുമ്പോഴേ ഇന്ന ഇവിടോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു പുരുഷൻ ആ ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീ കാണിക്കുന്നില്ല? സ്ത്രീകൾ എന്തുകൊണ്ടത് കാണിക്കുന്നില്ല? ഞാൻ അതിനോട് ഇതില്ല, സ്ത്രീകൾക്കും നിൽക്കാം. അല്ല ചോദ്യം ഇതാണ് ചോദ്യം. മനസ്സിലായി. ആ ചോദ്യത്തിന്റെ ആൻസർ പറയണം. അതെന്ന് പറഞ്ഞാൽ ചില നാടുകളിൽ മാത്രമേ, അത് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്. ഇപ്പൊ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ അങ്ങനെ വരത്തില്ല. അവിടെ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ഒരു പുരുഷൻ വന്നാൽ അവിടെ സ്ത്രീക്ക്, അവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കുന്നത്.
അവിടെയാണ് പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരിക്കാം. പക്ഷെ നേരെ കേരളത്തിലാണെങ്കിൽ ഇവിടെ വിവേചനം, സ്ത്രീയും പുരുഷൻ എന്ന് പറഞ്ഞിട്ട് വിവേചനം. ബസ്സുകളിലും ഇല്ലേ വിവേചനം, സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ വിവേചനമല്ലോ. ഒരു സ്ത്രീയും പുരുഷനും കൂടി ഇരുന്നാൽ അവഹിതമാണെന്ന് പറയുന്നില്ലേ? അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? അവർ ചോദിച്ച ചോദ്യം ഇതാണ്, സ്ത്രീ മാത്രം എഴുന്നേറ്റാ മതിയോ, അപ്പൊ പുരുഷൻ എഴുന്നേക്കണ്ടേ? പുരുഷനാണ് എഴുന്നേക്കുന്നത് അവിടെ. ഒരു ചോദ്യം, പുരുഷൻ കാലുമേ കാല് വെച്ചിരുന്ന പ്രശ്നമില്ലേ? പുരുഷൻ കാലിന്മേൽ കാല് പാസ്റ്റർ, ബൈബിൾ പ്രകാരം നമ്മൾ പറയുന്നത് സ്ത്രീ ഒരു പുരുഷനെ കാണും, ബഹുമാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ശരി, സമ്മതിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ ഒരു പുരുഷൻ വൈഫിനെ കാണുമ്പം കാലിന്മേൽ കാല് വെച്ച് എഴുന്നേറ്റില്ല എങ്കിലും അവിടെ വരത്തില്ല, അങ്ങനെ ഒരു വിഷയം അവിടെ വരത്തില്ല. പക്ഷെ നേരെ തിരിച്ച് ഭാര്യ കാലിന്മേൽ കാൽ വെച്ചിരിക്കുമ്പോൾ തന്റെ ഭർത്താവ് ഒരു കാര്യം പറയാൻ വരുമ്പോൾ കാലെടുത്ത് മാറ്റി അവിടെ എഴുന്നേറ്റില്ല എങ്കിൽ അതൊരു വിഷയമാണ്, അതൊരു മര്യാദ കുറവാണ്, അതൊരു ഈഗോ മാത്രമാണ്. അത് ഈഗോയാ. അതെന്ന് പറഞ്ഞാൽ അതിന് കോംപ്ലക്സ്, അത് ഈഗോയാണ്. വേറൊരു കാര്യം പറയാം. പ്രായമുള്ള ഒരു അമ്മച്ചി വന്നെന്ന് വിചാരിച്ചോ, പ്രായമുള്ള ഒരു അമ്മച്ചി വന്നാൽ ഈ പുരുഷന്മാരായുള്ള ആൾക്കാർ എഴുന്നേക്കത്തില്ലേ? എഴുന്നേക്കും. അതെന്താ? ബഹുമാനമല്ല, സ്ത്രീ അല്ലേ? അത് ഈഗോ അല്ലല്ലോ. അപ്പൊ ഈ അവിടുത്തെ ഈഗോയാണ് മാറ്റേണ്ടത്, അല്ലാതെ ഒരിക്കലും അതല്ല മാറ്റേണ്ടത്. പറഞ്ഞു, പ്രായമായ ഒരാൾ വന്നു കഴിഞ്ഞാൽ പുരുഷൻ എണീക്കും, അത് ബഹുമാനം കൊണ്ടാണ്. ഇവിടെ നമ്മൾ അതാണ് സ്ത്രീക്ക് ബഹുമാനം ഇല്ലെന്നാ പറഞ്ഞേ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. ഞങ്ങൾ മാത്രം അങ്ങോട്ട് കാണിച്ചാൽ പോരാ, അവർ ഇങ്ങോട്ടും കാണിക്കേണ്ട കാര്യമാണ് ബഹുമാനം. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കാണിക്കണം, ഇങ്ങോട്ടും കാണിക്കണം. അത് ചോദ്യം അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം എന്നല്ല പറഞ്ഞത്. ഒരു സ്ത്രീ ഒരു പുരുഷൻ വരുമ്പോ, തന്റെ ഭർത്താവ് വരുമ്പം കാലുമേ കാല് വെച്ചിരിക്കുന്നു, അതിൽ പ്രശ്നമൊന്നും ഇല്ലയോ എന്നൊരു ചോദ്യം അവർ ചോദിച്ചേ. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അല്ല, ഒരു കുഴപ്പമില്ല. ഇല്ല, അത് ഓരോ സംസ്കാരത്തിന്റെ ഒരു ഇപ്പൊ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അണ്ടർസ്റ്റാൻഡിങ് കാലുമേ കാല് വെച്ചിരിക്കും. ശരി, ഞാൻ അതിലൊരു കാര്യം ഒന്ന് പറയാം. അതിൽ ഈ കാലിന്മേ കാല് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഉദാഹരണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ശരിയാണോ? ശരിക്കും തെറ്റെന്ന് പറയാൻ പറ്റുമോ? തെറ്റാണ്, 100%. അതെങ്ങനെ? സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്ന സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം എന്നാ ഈ ഇക്വാലിറ്റിയൊക്കെ പറയുന്നു. സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം. ഈ സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുന്ന സ്ത്രീ ഒരു പുരുഷന്റെ മുമ്പിൽ നിന്ന് കാലിന്മേൽ കാല് വെച്ചിരുന്നാൽ നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അതിനകത്ത് എന്താണ് നമ്മുടെ സങ്കല്പങ്ങളൊന്നും അല്ല മാസ്റ്റർ. നമ്മൾ ഈ ബഹുമാനത്തിന് വെച്ചിരിക്കുന്ന ഒരു നിർവചനത്തിന്റെ ഭാഗമല്ലേ ഇതൊക്കെ? അല്ല, മനുഷ്യനുണ്ടാക്കിയത്. അതെ, ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ ബഹുമാനം? ഒരാളെ ആദരിക്കോ? അല്ല, ആദരിക്കുന്നത് എങ്ങനെയാ? ഈ കാലിന് ഞാൻ തലകുത്തി ആദരിക്കുവാണോ? എങ്ങനെ ആദരിക്കും? കാലുമേ കാല് വെക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ നാട്ടുകാർക്കാണ് പ്രശ്നം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അബ്രോഡ്. അത് അങ്ങനെ ഒരു ഡിസ്റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമേ അല്ല. ഓക്കേ, എന്നാ വാട്ട് ഈസ് റെസ്പെക്ട്? എന്താ ബഹുമാനം? അല്ല, നിങ്ങൾ പറ, എന്താണ് ബഹുമാനം എന്ന് പറഞ്ഞാ? ചെയ്യാൻ അറിയത്തില്ല, ബട്ട് ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന്. പക്ഷെ എന്തോ ബഹുമാനം എന്ന് പറയാതെ. ഈ ബഹുമാനം എന്ന് പറയുന്ന ബഹുമാനത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മളെക്കാൾ മുതിർന്ന ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, അതുപോലെ കാലിന്മേ കാല് വെച്ച്, ഇതെല്ലാം ബഹുമാനത്തിന്റെ ഭാഗമാണ്. അത് രണ്ടുപേരിലും വരാം. അതാ ഞങ്ങൾ പറയുന്നത്. അതിപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരു വുമൺ വന്നാലും അവരെയും ബഹുമാനിക്കാം. അതിപ്പം ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്മച്ചി കയറി വരിക, ഭർത്താവ് ഇല്ലെന്ന് വിചാരിച്ചോ, ഭർത്താവ് മരിച്ചുപോയി, ഒരു അമ്മച്ചി കയറി വരിക, മക്കൾ എഴുന്നേറ്റ് കൊടുക്കണം, അതൊരു റെസ്പെക്ട് കൊടുക്കണം. അത് സ്ത്രീയാന്ന് പറഞ്ഞിട്ട് അവർ കീഴ്പ്പെട്ട് ഇരുത്തുവല്ലാണ്ട് ഒരു സ്ത്രീ കാണുന്നല്ലോ, അതുകൊണ്ട് ഞാൻ എഴുന്നേക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ പറയുന്നത് ഈ കാലുമേ കാല് വെച്ചിട്ട് എന്നാൽ കുഴപ്പമില്ലെന്നാണ്. അത് ആക്ച്വലി ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് കാണിക്കുന്നത് എനിക്ക് നിങ്ങളോട് ബഹുമാനമില്ല, നമ്മൾ രണ്ടും തുല്യരായതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ബഹുമാനിക്കേണ്ട, ഞാൻ നിങ്ങളെ ബഹുമാനിക്കത്തില്ല. ഇതാണ് ഇവർ പറയുന്നത്. അത് ശരിയല്ല, അതാണ് പ്രശ്നം. അതാണ് അതായത് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് എല്ലാ കാര്യത്തിലും. അതായത് ഒരാളെ നോക്കുന്നത് കണ്ടാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ഒരാൾക്കറിയാം എന്നാ വികാരത്തിലാണ് നോക്കുന്നത്. അതിനാണ് ബൈബിളിൽ അതിന് കൃത്യമായ ഭാഷയുണ്ട്. എന്നറിയോ? കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ പാപം ചെയ്യുന്നു. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാം, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാം, ശരീര അവയവങ്ങൾ കൊണ്ട് ആംഗ്യം കാണിക്കാം, പറ്റും. അതിനാണ് ഇവർ പറഞ്ഞത് നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനം എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ ബഹുമാനിക്കണം എന്നല്ല, അവർ പറഞ്ഞ പുരുഷ മേധാവിത്വം. ഇതെന്ന് പറഞ്ഞ വിഷയം മാറിപ്പോന്നുണ്ട്. അവർ പറഞ്ഞ മൊത്തം പുരുഷ മേധാവിത്വം വരണം എന്നാ പറയുന്നത്. അതാ പറയേണ്ടത്. അവർ മൊത്തം പുരുഷ മേധാവിത്വം
ഞങ്ങൾ പുരുഷ മേധാവിത്വം അല്ല പറഞ്ഞത്. ഈ പറഞ്ഞ പുരുഷ മേധാവിത്വം വേണമെന്നാണ് ഇപ്പൊ നേരെ തിരിയുന്നുണ്ട്. ആദ്യം പറഞ്ഞ പുരുഷ മേധാവിത്വം വേണമെന്നാ പറഞ്ഞത്, സ്ത്രീ സമത്വം വേണ്ട, പുരുഷ മേധാവിത്വം വേണമെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കൂ, പുരുഷന് കൂടുതൽ അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾ പുരുഷനെ അനുസരിക്കേണ്ടതാണ്. അധികാരം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കുന്നില്ല. മേധാവിത്വമല്ല, നമ്മൾ അടിച്ചമർത്തുന്നതിനൊക്കെ നമ്മൾ എതിരാണ്. അടിച്ചമർത്താൻ പാടില്ല എന്നുള്ള പുരുഷന് കൂടുതൽ അധികാരം അല്ല, സ്ത്രീകൾ പുരുഷന് കൂടുതൽ അധികാരം എന്ന് ഒരു മിനിറ്റ് നമ്മൾ 3 റെഫറൻസ് എടുത്ത് കാണിച്ചു കീഴ്പ്പെടണമെന്ന്. അതിനെക്കുറിച്ച് ഇവരൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പുരുഷന് കീഴ്പ്പെടണമെന്ന് 3 റെഫറൻസ് കാണിച്ചു. ഈ കീഴ്പ്പെടാതെ സ്ത്രീകൾ ഞങ്ങൾക്ക് സമത്വമുണ്ട്, ഞങ്ങളും പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതാണ് ഈ കുടുംബത്തിലെല്ലാം പ്രശ്നത്തിന് കാരണം. അല്ല, ഒരു മിനിറ്റ്. അപ്പം എൻ്റെ ചോദ്യം, മദ്യപിച്ച് 4 കാലേ വരുന്ന ഒരു പുരുഷൻ, ആ സ്ത്രീ ആ പുരുഷനെ ബഹുമാനിക്കണം, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് മീൻ ചെയ്യുന്നത്? ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ നല്ല നടപ്പ് കണ്ട് ആ മനുഷ്യൻ മാനസാന്തരപ്പെടുമെന്നാണ് പറയുന്നത്. അവളെല്ലാം സഹിക്കണം, അങ്ങനെയാണോ? അവള് സഹിക്കണമെന്നാണ്. അവൾ ദൈവവചനം അനുസരിച്ച് അവള് കീഴ്പ്പെടണം. അവൻ എന്ത് ചെയ്താലും കീഴ്പ്പെടണം. എന്ത് ചെയ്യണം കീഴ്പ്പെടാന്നല്ല പറഞ്ഞത്. എന്ത് ചെയ്യണം കീഴ്പ്പെടാന്നല്ല പറഞ്ഞത്. പുരുഷൻ അമ്മയും അപ്പനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നാണ് വചനം പറയുന്നത്. ഇരുവരും ഒരു ദേഹമായി തീരുമെന്നാണ് ബൈബിൾ പറയുന്നത്. അവിടെ എവിടെയാണ് മേധാവിത്യം? അവിടെ എവിടെയാണ് അനുസരിപ്പിക്കൽ? അവിടെ എവിടെയാണ് ഈ നിങ്ങൾ പറയുന്ന ഭരിക്കൽ എന്ന് പറയുന്ന കാര്യം? ഒരു ദേഹമായി തീരുമെന്നല്ല പറഞ്ഞല്ലോ. അത് ജീവസന്ധാരണത്തിന് അത് ആവശ്യമാണ്. അല്ലല്ല, ദേഹമായി തീരുമെന്നാണോ? ഒരു ദേഹമായി തീരും എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവരൊരു ദേഹമായി തീരുകയല്ലേ? ഒരു ദേഹം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? അതിന് താഴ്ചയും ഉയർച്ചയുണ്ടോ? ദൈവവചനം ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഉത്തരം പറ. അതായത് ഇവർ രണ്ടുപേരും ഒന്നാന്ന് പറയുന്നു, ഈ ഒന്നെന്ന് പറയുന്നതിനകത്ത് ഡിഫറൻസ് ഉണ്ടോ? വാക്യം പറയുന്നുണ്ട്. ഒരു വാക്യം. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അല്ല, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ മീശ വിട്ട് കാണിച്ച് ഭയപ്പിക്കുവോ? പിന്നെങ്ങനെ? ഭയപ്പെടണം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളോടുള്ള ചോദ്യം, ഇവർക്കുള്ള ചോദ്യം ഇതാണ്. മോളെ, നീ ആ വാക്യം വായിച്ചു. ഇരുവരും ഒരു ദേഹമത്രയാകുന്നു. രണ്ടുപേരും ഒരു ശരീരമാണ്. ഈ രണ്ടുപേരും ഒരു ശരീരം ഉള്ള ഒരു സ്ഥലത്ത് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ഈക്വാലിറ്റി ഇല്ലേ? ഒരു ഈക്വാലിറ്റി ക്രിസ്തുവരെ ഒരു ശരീരമാകുന്നു. ഓക്കെ, അതാ ചോദ്യം. പിന്നെന്താണ്? അല്ലല്ല, ഒരു പ്രശ്നം. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ് എന്ന് വെച്ചാൽ, ഞാനും ക്രിസ്ത്യബർ ഒരു ശരീരമാണെന്ന് പറഞ്ഞാൽ നമുക്കവിടെ വലിപ്പച്ചെറുപ്പം ഇല്ല. ഉണ്ടോ? വലിപ്പച്ചെറുപ്പില്ല. ഇല്ല. എവിടെ? പോറ്റെന്ന് പറഞ്ഞില്ല. അതാണ് എൻ്റെ ശരീരം പോലെ കാണണം. പിന്നെ എന്തിനു ഭരിക്കുന്നു? അല്ല, അവർ ചോദിക്കുന്നതാണ്, എൻ്റെ ശരീരം പോലെ കാണണം, പിന്നെ എന്തിനു ഭരിക്കുന്നു? അല്ല, കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണം പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരനെ ഭരിക്കണമെന്നാണോ? അല്ല, അച്ഛൻ പറഞ്ഞു പോറ്റണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈക്വൽ ആയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ആൾക്ക് ഫീഡ് ചെയ്യണം എന്നല്ല എൻ്റെ അർത്ഥം. അപ്പൊ ഈക്വൽ അല്ലേ വരുന്നത്? അവിടെ മേധാവിത്വം അല്ലല്ലോ വരുന്നത്. ശരി, ഞാൻ പറയാൻ പോവാം. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. യേശു ഈ പണ്ടത്തെ യഹൂദന്മാരുടെ കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ അവര് സ്ത്രീയെ കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞ നായെപ്പോലായിരുന്നു. അവര് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ നായയും സ്ത്രീയെ പോലെ ആക്കാതിരുന്നിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് സ്ത്രീ പുറത്തിറങ്ങാഞ്ഞത് അല്ലേ? ആ ഒരു കൺസെപ്റ്റിലാണ് ബൈബിള് എഴുതിയിരിക്കുന്നത്. ആ ഒരു വീക്ഷണമാണോ ശരിക്കും നിങ്ങളുടെ വീക്ഷണം? അതായത് പുതിയ നിയമത്തിൽ, ജീവൻ പുതിയ നിയമമാണ് പറയുന്നത്, പുതിയ നിയമത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ വെളിയിലിറങ്ങാൻ എന്തുകൊണ്ടാണ്? പുരുഷ മേധാവിത്വം കൊണ്ടാണ്. ആ ഒരു മേധാവിത്വം ശരിയാണ്. ഗർഭസ്ഥ ശിശു പെണ്ണാണെന്ന് അറിഞ്ഞ് അതിനെ കൊന്നു കളയുന്നൊരു പ്രാകൃത രീതിയുണ്ട്. അപ്പൊ അവിടെ എന്ത് ഈക്വാലിറ്റി നിശ്ചയിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? തെറ്റല്ലേ? അതിപ്പോ ഇല്ലല്ലോ ഈക്വാലിറ്റി. ഇപ്പോഴും ഉണ്ട് അത് വ്യാപകമായിട്ടുണ്ട്. ആര് പറഞ്ഞു? ഇപ്പോഴും ഉണ്ട്. നിയമത്തിൽ അത് എതിരാണ്. ഇപ്പോഴും ഉണ്ട്.
നോർത്തിലൊക്കെ കൂടുതലാണ്. അത് ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. ശരിയല്ല. അവരെ സമ്മതിച്ചു അത് ചെയ്യുന്നത് ശരിയല്ല. അവർക്ക് വേറെ ഉത്തരവില്ല. അവരെ സമ്മതിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ. തുല്യ ജീവനാണ് എല്ലാത്തിനും. ജീവൻ നശിപ്പിക്കരുത്, ഒരു ജീവനെ നശിപ്പിക്കരുത്. അവിടെ ഇക്വാലിറ്റി വരുന്നില്ലേ? അപ്പൊ അവിടെ ഇക്വാലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് തരുന്നുണ്ട്. പക്ഷേ ഞങ്ങള് പുരുഷന്മാരെ ആക്ഷേപിക്കുന്ന ഞങ്ങൾ ആക്ഷേപിക്കുന്ന പറഞ്ഞ സ്ത്രീകൾ അടച്ചാക്ഷേപിക്കില്ല ഞങ്ങൾ പറഞ്ഞു. അല്ല, അങ്ങനെ സ്ത്രീകളെ, അതായത് ഒരു ലിംഗം വെച്ചിട്ട്, സ്ത്രീ എന്ന് പറയുന്ന ഒരു ലിംഗം വെച്ചിട്ട് ആ സ്ത്രീയെ കൊല്ലാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു, നോർത്തേൺ സ്റ്റേറ്റിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? നോർത്തേൺ സ്റ്റേറ്റ് ചെയ്യുന്ന പണ്ട് ചെയ്തിരുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്ന പറഞ്ഞാല് നോർത്തേൺ സ്റ്റേറ്റിൽ തന്നെ ഈ സ്ത്രീകളെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ അടുക്കളയിൽ നല്ലാതെ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ശരീരം, അവർക്ക് സാരി ഉണ്ട്, സാരി മൊത്തം മൂടണം. അവരാണെങ്കിൽ മറ്റുള്ളവരെ കാണിക്കത്തില്ല, മറ്റുള്ളവർ കാണരുത് എന്നാണ് അവരുടെ നിയമം. അപ്പം അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അത് അവരുടെ കൾച്ചറല്ലേ. കൾച്ചർ ഏത് കൾച്ചർ? ഓക്കെ, കൾച്ചറിന്റെ ഭാഗമായാലും തന്നെ അവരെ അങ്ങനെ അടുക്കളയിൽ കൊണ്ട് ഒതുക്കാനാണോ നിങ്ങൾ പറയുന്നത്? അനുഭവമായിരുന്നു നമ്മുടെ ഈ കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ ബൈബിൾ വന്നിട്ടാണ് ഇത്രത്തോളം വിശാലതയും വഴികളും നമുക്കെല്ലാം തുറന്നു വന്നത്. ഞങ്ങൾ അതേ അനുകൂലിക്കപ്പെടുന്നേ ഉള്ളൂ. അധികാരമെന്ന് കീഴ്പ്പെടുത്തണം എന്നുള്ളതല്ല, കീഴ്പ്പെടുക മീൻസ് അനുസരിക്കുക. നിങ്ങൾ ഈ കീഴ്പ്പെടണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു സ്ത്രീ കീഴ്പ്പെടണം എന്ന് വെച്ചാൽ കീഴ്പ്പെടുക എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് കീഴ്പ്പെടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാസ്റ്ററെ, നമ്മൾ കുടുംബത്തിന്റെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു കീഴ്പ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരു സ്ത്രീക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം, തീർച്ചയായിട്ടും അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ അവസാന തീരുമാനം എടുക്കേണ്ടത് ഒരു പുരുഷനായിരിക്കണം. ഇതാണ് കീഴ്പ്പെടുക എന്ന് ഞങ്ങൾ പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് ഒരു അഭിപ്രായം സ്ത്രീക്ക് പറയാം, പക്ഷേ അതിന്റെ ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരു പുരുഷനാണ്. അത് മാത്രമാണ്. അത് ഡിപെൻഡ്സ് ഓൺ देयर ഇന്റലക്ച്വൽ എബിലിറ്റി. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റലക്ച്വൽ എബിലിറ്റി ഉണ്ട്, എടുക്കാം. പുരുഷനും എടുക്കാം, സ്ത്രീക്കും എടുക്കാം. ഫൈനൽ ഡിസിഷൻ അതിൽ ആരെടുക്കും എന്നുള്ള നമ്മൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞ് ഇൻ കേസ് ഇഫ് യു വാണ്ട് സമ്മൺ ടു ലീഡ്, പുരുഷൻ തന്നെ വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില സമയത്ത് ചില കാര്യങ്ങളിൽ പെണ്ണുങ്ങൾക്ക് ചിലപ്പം കുറച്ചുകൂടെ ബുദ്ധിയും കഴിവും ചിലപ്പം കാണും. അത് ഡിപ്പെൻസ് ഓൺ ഹൂം ദേ ആർ മാരിങ്. പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം പെണ്ണിൻ്റെ ഡിസിഷൻ മൈറ്റ് ബി റൈറ്റ്. അപ്പം അങ്ങനെ ആണ് തന്നെ എപ്പോഴും എടുക്കണം എന്ന് നിർബന്ധമില്ല. ആണ് എടുക്കുന്ന എപ്പോഴും ആണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ ഒരു അവസ്ഥയിൽ ശരി, എന്തുകൊണ്ടാണ് വിവാഹ ജീവിതം ഏറ്റവും കൂടുതൽ സ്ത്രീയെക്കാട്ടിലും ഒരു വയസ്സിനെങ്കിലും മൂപ്പ് ആണിന് വേണമെന്ന് പറയുന്നത്? ഇപ്പം ഭർത്താക്കന്മാരില്ലാത്ത എത്രയോ സ്ത്രീകൾ നന്നായിട്ട് അവരുടെ കുടുംബം കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഡിസിഷനും അവർക്ക് ഡിസിഷൻ പവർ ഇല്ലേ? ഭർത്താവില്ലാത്തത് കൊണ്ടാണ് ആ സ്ത്രീ ഡിസിഷൻ എടുത്തതെന്നാണ്. ഇല്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തികളെ ഭർത്തപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവ്രതമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഏറ്റവും അവസാനമായിട്ട് പ്രബോധിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. തീത്തോസിനോട് പറയുന്നു, യൗവനക്കാരെയായ സ്ത്രീകൾ മക്കളെ നോക്കണം, വീട്ടുകാരെ നോക്കണം, പാതിവൃത്യമുള്ളവരായിരിക്കണം, പുത്രപ്രിയമാരായിരിക്കണം. എന്ന് വെച്ചാൽ വീട്ടുകാര്യം കൃത്യമായിട്ട് നോക്കുന്നവരായിരിക്കണം സ്ത്രീകൾ. അതാണ് ബൈബിളിൻ്റെ കൺസെപ്റ്റ്. 2, പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്താൻ. കർത്തൃത്വം എന്നുദ്ദേശിക്കുന്നത് ഒരു ഭരണമല്ല, സ്നേഹം കൊണ്ടുള്ള ഒരു വിധേയത്വമാണ്. സ്നേഹം കൊണ്ടുള്ള വിധേയത്വം, അതായത് നമ്മൾ കാണുമ്പോൾ പറയും സ്നേഹം കൊണ്ട് ഒരു വിധേയത്വം ഉണ്ടാകും. അതാണ് കുടുംബം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ബൈബിൾ വിവക്ഷിക്കുന്നത്. സ്ത്രീകൾക്ക് അടുക്കളയിൽ മാത്രം അവിടെ ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു കൺസെപ്റ്റ് ബൈബിളിനില്ല. ബൈബിളും സ്ത്രീയും പുരുഷനും സമത്വമാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ പുരുഷന് മുമ്പല്ല സ്ത്രീ,
പുരുഷനാണ് ആദ്യമുണ്ടായത്, പിന്നെയാണ് സ്ത്രീ. അങ്ങനെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെയാണ്. പുരുഷനെടുക്കുന്ന ഒരു കുടുംബത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ആര് ഡിസിഷൻ എടുക്കും? അവർ ചോദ്യങ്ങൾ ചോദിച്ചതാണ്, ആര് ഡിസിഷൻ എടുക്കും? ആർക്കും ഡിസിഷൻ എടുക്കാം, പക്ഷേ പുരുഷനെ അനുസരിച്ചായിരിക്കണം ഡിസിഷൻ എന്ന് മാത്രമാണ് ബൈബിള് വിവക്ഷിക്കുന്നത്. പുരുഷനെ അനുസരിച്ച് മാത്രമായിരിക്കണം ആ ഡിസിഷൻ മുന്നോട്ട് പോകേണ്ടത്. സ്ത്രീകൾ ഒന്നും പഠിച്ചില്ലെങ്കിലും വീട്ടുകാര്യം നോക്കാൻ പഠിക്കണം. ഡൈവോഴ്സിൻ്റെ നിരക്ക് കുറയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയും. കുറച്ച് കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കുടുംബം സുന്ദരമായി, സുദീർഘമായി, സുശക്തമായി മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ശക്തമേറിയ കുടുംബം പണിതെടുക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ, ഒരേ ചിന്തയിൽ, ഒരേ ശരീരത്തിൽ, ഒരേ ചിന്താഗതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരെയും മഹാദൈവമിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവസാനിപ്പിക്കുന്നു. സർവശക്തൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. കൂട്ടുകാരെ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മച്ചിമാർ നമ്മളെ കഥ പറഞ്ഞ് കേൾപ്പിക്കാറില്ലേ? അതുപോലെ ഇന്നും ഇവിടെ ഒരു മറിയാമ്മ ചേട്ടത്തി എത്തിയിട്ടുണ്ട്. അമ്മച്ചി, നമുക്കെന്തൊരു വചനം പഠിക്കാം? ഏതു വചനമാ മക്കളെ? അത് വേലയിൽ മടിയനായവൻ. എന്താ? കളിയിൽ മടിയനായവനോ? എൻ്റെ അമ്മച്ചി, കളിയിൽ മടിയവനായല്ല. പിന്നെ എന്താ? വേലയിൽ മടിയനായവൻ. വേലയിൽ കുടിയനായവൻ. കുടിയവനല്ല അമ്മച്ചി, മടിയൻ. ശരി, വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. എന്താ? കുടിയൻ്റെ സഹോദരനോ? കുടിയനല്ല അമ്മച്ചി, മടിയൻ. വേലയിൽ മടിയനായവൻ. എന്താ? അയ്യോ, വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. ഏത് മുടിയൻ? ഫ്രീക്കനാണോ? അയ്യോ, ഫ്രീക്കൻ്റെ കാര്യമല്ല അമ്മച്ചി. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. വേലയിൽ മുടിയനായവൻ. എൻ്റെ അമ്മച്ചി, വേലയിൽ മുടിയനായവനല്ല, വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. ഓഹോ, അതാരാണ്? ഇത് ശലോമോൻ്റെ സദൃശ്യവാക്യമാണ്. ഏത് സദൃശ്യവാക്യം? സദൃശ്യവാക്യം 18:9. അതെയോ? എന്താ പറയുന്നത്? വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. ഇപ്പം പിടി കിട്ടി. വേലയിൽ മടിയനായവൻ. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളാരും മടി കാണിക്കല്ല കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ. കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ. ഓക്കെ, ഈ ആഴ്ചയിൽ സൺഡേ സ്കൂള് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതിനായി നമുക്ക് കെവിനെ ക്ഷണിക്കാം. നമ്മൾ ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാനാണ് പ്രാർത്ഥിച്ചത്. പാസ്റ്ററിനെ ബലത്തോടെ നിർത്തിയാണ് സ്വതന്ത്രം ചെയ്യുന്ന യേശുവേ. ബലത്തോടെ നിർത്തിയാണ് സ്വതന്ത്രം ചെയ്യുന്നത്. ഇവിടെ പ്രോഗ്രാം ചെയ്തവരെ സ്വതന്ത്രം ചെയ്യുന്ന യേശുവേ. ലൈവിടെ കണ്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ. അവരുടെ ജീവിതം നല്ല അനുഗ്രഹപ്രദമാകണം യേശുവേ. പ്രാധാന്യേന സ്വതന്ത്രേശ്വര നാമത്തിൽ തന്നാമേ.